നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ചലഞ്ചുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ്. 20 ചോദ്യങ്ങൾ നമ്മൾ ഓരോ ക്ലാസ്സിലും നോക്കി പോകും. പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും അതുപോലെ തന്നെ ഇയർ ബുക്ക്, തൊഴിൽ വിധി, തൊഴിൽ വാർത്ത തുടങ്ങിയ എല്ലാ സോഴ്സുകളിൽ നിന്നും മുൻവർഷ ചോദ്യ പേപ്പറുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള 20 ചോദ്യങ്ങൾ വീതം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. കുറച്ച് നേരം കുറച്ച് ചോദ്യം, കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സ്ഥിരമായിട്ടുള്ള പ്രയത്നം നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ സഹായിക്കും. ഇന്നത്തെ 20 ചോദ്യത്തിലോട്ട് കടക്കാം. രാഷ്ട്രപതി നിലയം എവിടെയാണ്? രാഷ്ട്രപതി നിലയം എവിടെയാണ്? ഹൈദരാബാദ്. രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ്. കാഞ്ചൻജംഗ ഹിമാലയൻ നിരകളിൽ ഏതിൻ്റെ ഭാഗമാണ്? കാഞ്ചൻജംഗ ഹിമാലയൻ നിരകളിൽ ഏതിൻ്റെ ഭാഗമാണ്? ഹിമാദ്രി. ഹിമാദ്രിയുടെ ഭാഗമാണ് കാഞ്ചൻജംഗ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന നാട്ടുരാജ്യം? ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന നാട്ടുരാജ്യം ഹൈദരാബാദ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സ്ഥാപകൻ? ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ സ്ഥാപകൻ സ്ട്രിങ്ങർ ലോറൻസ് ആണ്. അടുത്ത ചോദ്യം. ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29. നിലവിൽ വരുമ്പോൾ ഭരണഘടന എങ്ങനെയായിരുന്നു? നിലവിൽ വരുമ്പോൾ ഭരണഘടനയുടെ ഘടന എങ്ങനെയായിരുന്നു? 395 ആർട്ടിക്കിളുകൾ, 22 ഭാഗങ്ങൾ, 8 പട്ടികകൾ എന്നിങ്ങനെയായിരുന്നു ഭരണഘടനയുടെ ഘടന. 395 ആർട്ടിക്കിൾ, 22 ഭാഗങ്ങൾ, 8 പട്ടികകൾ. പ്രസിദ്ധമായ ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്? പ്രസിദ്ധമായ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് ഡോക്ടർ ബി എൻ റാവു. അടുത്ത ചോദ്യം. സ്പീക്കർ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കർ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത ചോദ്യം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം എവിടെയാണ്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം കോട്ടായി. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ്? ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ തുടങ്ങിയ സമരം? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ തുടങ്ങിയ സമരം വൈക്കം സത്യാഗ്രഹം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ തുടങ്ങിയ സമരം വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി ICDS പദ്ധതി ആരംഭിച്ചത് വേങ്ങരയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ICDS പദ്ധതി ആരംഭിച്ചത്. നവസാരം എന്നറിയപ്പെടുന്നത് ഏത് രാസവസ്തുവാണ്? നവസാരം എന്നറിയപ്പെടുന്നത് ഏത് രാസവസ്തുവാണ്? അമോണിയം ക്ലോറൈഡ്. സൺബേണിന് കാരണമാകുന്ന സൂര്യപ്രകാശത്തിലെ കിരണങ്ങളേവ? അൾട്രാവയലറ്റ് കിരണങ്ങൾ. സൺബേണിന് കാരണമാകുന്ന സൂര്യപ്രകാശത്തിലെ കിരണങ്ങളേവ? അൾട്രാവയലറ്റ് കിരണം. വജ്രങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് വജ്രങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. കണ്ണ് മാറ്റിവെക്കലിൽ കേടുവന്ന കണ്ണിലെ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നത്? കോർണിയ. കണ്ണ് മാറ്റിവെക്കലിൽ കേടുവന്ന കണ്ണിലെ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നത്? കോർണിയ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 20 ചോദ്യങ്ങൾ. കൃത്യമായിട്ട് നമ്മുടെ ഈ സീരീസ് നിങ്ങൾ
കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. 20 ചോദ്യങ്ങൾ വീതം എന്നും നമുക്ക് സ്ഥിരമായിട്ട് പഠിച്ചു പോവുക. മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് എക്സാം